കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്ത് തുടരാനൊരുങ്ങിയ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവാൻ സൗകര്യം ഒരുക്കണമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി S ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വീണ്ടും ധൂർത്ത് തുടരുകയാണ്. മുഖ്യമന്ത്രിക്ക് വളരെ യാത്ര ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലൊരു ധൂർത്തിലൂടെ തന്നെ കാരവാൻ നിർമ്മിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. എങ്ങനെ വിലയിരുത്താം? മഞ്ജുഷ, ഔദ്യോഗികമായുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ തലത്തിൽ നിന്ന് വന്നിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. നവകേരള ബസ്സിനും ഒപ്പം തന്നെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന് പിന്നാലെയാണ് ഔദ്യോഗികമായൊരു കാരവൻ കൂടി മുഖ്യമന്ത്രിക്ക് വാങ്ങാനുള്ള സർക്കാർ നടപടികളും ഒപ്പം തന്നെ പോലീസിന്റെ നിർദ്ദേശവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സർക്കാർ തലത്തിൽ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷ, മുഖ്യമന്ത്രിയുടെ മറ്റു ഓഫീസ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാരവൻ വാങ്ങാൻ നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇതിൽ ഔദ്യോഗികമായ ചർച്ചകളൊക്കെ തന്നെ നേരത്തെ നടക്കുകയും ചെയ്തു. പക്ഷെ എന്തായാലും ഔദ്യോഗികമായ ഒരു ഉത്തരവ് നിലവിൽ ഈ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഒരു ഓൺലൈൻ മീഡിയത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ADGP നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ലാത്ത സാഹചര്യം മറുവശത്ത് നിൽക്കുന്നു. ഉച്ചഭക്ഷണത്തിന് ഉൾപ്പെടെ പണം കണ്ടെത്താൻ സാധിക്കാത്ത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നും കടം വാങ്ങാനൊരുങ്ങുന്ന നടപടികൾ സർക്കാർ തലത്തിലും ധനകാര്യ വകുപ്പിലും നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനായി ഒരു കാരവൻ കൂടി തയ്യാറാക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 ഓഫീസ് സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ളവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് വാഹനം. അത് മാത്രമല്ല, മറ്റൊരു വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഉൾപ്പെടെ ഈ വാഹനത്തിൽ ക്രമീകരിച്ചു എന്നുള്ളൊരു നടപടിക്ക് കൂടിയായപ്പോൾ സർക്കാർ തലത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ പോലീസ് കൊഞ്ഞണം കുത്തുന്ന നടപടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഈ ഒരു വാഹനം വാങ്ങുന്നത് എന്നുള്ളതാണ് വിമർശനമായി ഉയർന്നിട്ടുള്ളത്. എന്തായാലും വിവാദങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു, അതേസമയം തന്നെ സർക്കാർ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും 1 കോടിയിലധികം രൂപ മുതൽ മുടക്കിക്കൊണ്ട് നവകേരള ബസ് വാങ്ങിയതിന് പിന്നാലെയും ഒപ്പം തന്നെ 80 ലക്ഷത്തിലധികം രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കായി അടിയന്തരമായിട്ട് കാരവൻ സൗകര്യം ഒരുക്കാനുള്ള നിർദ്ദേശവും ഒപ്പം തന്നെ സർക്കാർ നടപടികളും. ശരി, മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ കാരവൻ ഒരുക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ADGP MR അജിത് കുമാർ. ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലാണ് ഈ നിർദ്ദേശം പങ്കുവച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു S ശാലിനി.